സംസ്ഥാനത്തെ ഒന്നാകെ ഞെട്ടിച്ച ദുരന്തമായിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടൽ. ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി ധനസഹായങ്ങളാണ് ദുരിതബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്നത്. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട്ടിലേക്ക് ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ നടൻ മോഹൻലാൽ നേരിട്ടെത്തിയിരുന്നത് നമ്മളെല്ലാം വാർത്തകളിലൂടെ കണ്ടിരുന്നു. ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ സൈനിക യൂണിഫോമിലാണ് ദുരന്തഭൂമിയിലേക്ക് എത്തിയത്. ആദ്യം ആർമി ക്യാമ്പിലേക്കാണ് മോഹൻലാൽ സന്ദർശനം നടത്തിയത്. അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് മോഹൻലാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചത്. അതേസമയം മറുവശത്ത് മോഹൻലാൽ ദുരന്തഭൂമി സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. സമൂഹത്തിന്റെ പല മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ, അത് മാധ്യമപ്രവർത്തകർ ആയിക്കോട്ടെ, സാമൂഹിക നിരീക്ഷകർ ആയിക്കോട്ടെ, ഈ ഒരു വിവാദത്തിൽ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും പല പോസ്റ്റുകളും ഇട്ടിരുന്നു. അതിൽ പ്രതികൂലമായിട്ട് വന്നിരുന്ന പോസ്റ്റുകളിൽ പറഞ്ഞിരുന്നത്, അദ്ദേഹം സൈനികനാണെങ്കിൽ എന്തുകൊണ്ടാണ് പാലം നിർമ്മിക്കാനായി വരാതിരുന്നത്? എന്തുകൊണ്ടാണ് മറ്റ് സന്നദ്ധ സേവനങ്ങളിലൊന്നും അദ്ദേഹം ഒരു സൈനികൻ എന്ന നിലയിൽ കാണാതിരുന്നത്? അദ്ദേഹം ഷോ കാണിക്കാനായിട്ട് എന്തിനാണ് അവിടെ വന്നിരിക്കുന്നത്? തുടങ്ങി നിരവധി കമന്റുകൾ വന്നിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ആർമി യൂണിഫോമിൽ എത്തിയതിനെതിരെയും വിമർശനങ്ങളുമായി ധാരാളം പേർ എത്തിയിരുന്നു. അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിൽ ഒരു സെലിബ്രിറ്റി അവരുടെ ഫോക്കസ് മാറ്റാനായി എന്തിനാണ് അവിടെ വന്നത് തുടങ്ങി നിരവധി അഭിപ്രായങ്ങൾ വന്നിരുന്നു. എന്നാൽ അതിനു പിന്നിൽ നമ്മൾ അറിയേണ്ടതായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. യുദ്ധത്തിന് പോവാനോ അതിർത്തിയിൽ കാവൽ നിൽക്കാനോ അല്ല മോഹൻലാലിന് ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി കൊടുത്തത്. ഓരോ മേഖലയിൽ കഴിവ് തെളിയിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് അത്. കപിൽ ദേവ്, സച്ചിൻ, ധോണി, അഭിനവ് ബിന്ദ്രയൊക്കെ ഈ അംഗീകാരം നേടിയവരാണ്. പച്ചയ്ക്ക് പറഞ്ഞാൽ പൊതുസമൂഹത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരാണ് ഇവർ. യുവാക്കളെ സൈനിക സേവനത്തിന് പ്രചോദിപ്പിക്കുക എന്നതാണ് ഇവരുടെ ജോലി. മോഹൻലാലിന്റെ ബറ്റാലിയൻ അവിടെ സേവനം ചെയ്യുമ്പോൾ അവർക്കൊരു ഊർജം പകരാനും ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ സേവനം ചെയ്യുന്ന യുവാക്കളെ പ്രചോദിപ്പിക്കാനും ക്യാമ്പിൽ കഴിയുന്ന തന്റെ സഹജീവികളെ കാണാനും അദ്ദേഹം അവിടെ പോയി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്കും ചിരി മറന്നുപോയ മനുഷ്യർക്കും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആശ്വാസമായെങ്കിൽ, ഒരു നിമിഷമെങ്കിലും അവരുടെ മുഖം വിടർന്നെങ്കിൽ അത് മാത്രം മതി. തിരശ്ശീലയിൽ മാത്രം കണ്ടു ശീലിച്ച ഒരാൾ സ്നേഹത്തോടെ മുന്നിൽ നിൽക്കുമ്പോൾ തകർന്ന ഹൃദയങ്ങളിൽ ഒരാശ്വാസം പടരുമായിരിക്കും. ഇതൊക്കെ വിമർശിക്കുന്നവർക്കും അറിയാമെങ്കിൽ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് വാസ്തവം.